എല്ലാവർക്കും നമസ്കാരം. ഞാൻ രാമകൃഷ്ണൻ TB, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ പോഡ്കാസ്റ്റ് കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. സാധാരണ രീതിയിൽ സൺഡേ ആണ് നമ്മൾ പോഡ്കാസ്റ്റ് നൽകാറ്. പക്ഷേ തിങ്കളാഴ്ച ഇന്ന് മുടക്കായ കാരണം ഇന്ന് മോർണിംഗിൽ നൽകാമെന്ന് വിചാരിച്ചു. സൺഡേയിലത്തെ വിവരങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു പോഡ്കാസ്റ്റ് മൺഡേയിൽ നൽകുകയാണ്. ഇന്ന് ബലിപ്പെരുന്നാളാണ്, ബക്രീദാണ്. എല്ലാവർക്കും ബക്രീദ് ആശംസകൾ നേരുകയാണ്. നമ്മളെ സംബന്ധിച്ച്, നമ്മുടെ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് കഴിഞ്ഞ ആഴ്ചയൊക്കെ നോക്കുകയാണെങ്കിൽ വളരെ ഫാബുലസ് ആയിട്ടുള്ള ഡേയ്സ് ആയിരുന്നു. ഗ്ലോബൽ മാർക്കറ്റുകളിൽ നോക്കുകയാണെങ്കിൽ അമേരിക്കയിൽ ടെക്നോളജി റിലേറ്റഡ് സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്തുള്ള ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചൊക്കെ വളരെ ഫാബുലസ് ഡേയ്സ് ആയിരുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ നാസ്ഡാക്ക് അതുപോലെ തന്നെ S&P 500 ഒക്കെ പുതിയ റെക്കോർഡ് ഹൈറ്റ് ചെയ്ത ദിവസങ്ങളാണ്. ഒപ്പം അമേരിക്കയിലെ ടെക്നോളജി റിലേറ്റഡ് സ്റ്റോക്കുകൾ, പ്രത്യേകിച്ച് ജനറേറ്റീവ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് രംഗത്ത് ചിപ്പൊക്കെ സപ്ലൈ ചെയ്യുന്ന കമ്പനികളായ NVIDIA, അതോടൊപ്പം തന്നെ തങ്ങളുടെ ഐഫോൺ പുതിയത് ലോഞ്ച് ചെയ്യാൻ പോകുന്നതിൽ ജനറേറ്റീവ് ആർട്ടിഫിഷ്യൽ ടൂൾസ് ഇൻക്ലൂഡ് ചെയ്യാൻ പോകുന്ന ആപ്പിൾ ഇൻഡസ്ട്രീസ്, ഒപ്പം മൈക്രോസോഫ്റ്റ്, ഈ സ്റ്റോക്കുകളൊക്കെ നല്ല രീതിയിൽ മുന്നേറി പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത ഒരാഴ്ചയായിരുന്നു കടന്നുപോയത്. അതോടൊപ്പം തന്നെ അമേരിക്കയിൽ 3 കമ്പനികൾ $3 ട്രില്യൺ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനികളായി മാറിയിരിക്കുകയാണ്. NVIDIA ആണ് പുതിയ ലേറ്റസ്റ്റ് ആയിട്ട് $3 ട്രില്യൺ മാർക്കറ്റ് ക്യാപ്പ് ക്രോസ് ചെയ്തിട്ടുള്ള കമ്പനി. ആപ്പിളാണ് മറ്റൊരു കമ്പനി, മൈക്രോസോഫ്റ്റ് ആണ് മറ്റൊരു കമ്പനി. 3 കമ്പനികളാണ് $3 ട്രില്യൺ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനികളായിട്ട് ഇപ്പോൾ അമേരിക്കയിലുള്ളത്. മൈക്രോസോഫ്റ്റിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് വെള്ളിയാഴ്ചയിലത്തെ മാർക്കറ്റ് ക്ലോസിംഗ് പ്രൈസ് വെച്ച് $3.28 ട്രില്യൺ ആണ്. അതോടൊപ്പം തന്നെ ആപ്പിളിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് $3.26 ട്രില്യൺ ആണ്. NVIDIAയുടെ $3.24 ട്രില്യൺ ആണ്. ഇപ്പോഴത്തെ ട്രെൻഡ് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു പക്ഷേ NVIDIA മൈക്രോസോഫ്റ്റിനെ ആപ്പിളിനെയൊക്കെ ഓവർടേക്ക് ചെയ്ത് മുന്നേറാനുള്ള ചാൻസസ് തന്നെ ആണ് കാണുന്നത്. ഒരു പക്ഷേ $4 ട്രില്യൺ ഉള്ള മാർക്കറ്റ് കമ്പനിയായിട്ട് NVIDIA മാറാനുള്ള സാധ്യതകളാണ്. ഇപ്പോഴത്തെ അവരുടെ സെയിൽസ് ഗൈഡൻസും മറ്റ് എക്സ്പാൻഷൻ പ്ലാനുകളും ഓപ്പർച്യൂണിറ്റികളൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് അസസ് ചെയ്യാൻ സാധിക്കുന്നത്. ഒപ്പം ആപ്പിൾ മുന്നേറാനുള്ള ചാൻസസ് തന്നെയാണ്. അതോടൊപ്പം തന്നെ മൈക്രോസോഫ്റ്റ് മുന്നേറാനുള്ള ചാൻസ് തന്നെയാണ് കാണുന്നത്. ഇതിനെല്ലാം പുറമെ ധാരാളം മറ്റ് ജനറേറ്റീവ് ആർട്ടിഫിഷ്യൽ രംഗത്തേക്കുള്ള ചിപ്പ് സപ്ലൈ ചെയ്യുന്ന കമ്പനികളുണ്ട്. ബ്രോഡ്കോം ഉണ്ട്, AMD ഒക്കെ ഉണ്ട്. അതിൽ ബ്രോഡ്കോം ഒരു പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ചേക്കാളൊക്കെ വളരെ മുന്നേറാനുള്ള ചാൻസസ് ഉണ്ട്. ഒപ്പം ബ്രോഡ്കോമും 10:1 സ്റ്റോക്ക് സ്പ്ലിറ്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. റിസൾട്ട് വന്നത് Q1 റിസൾട്ടും ബെറ്റർ ആയിരുന്നു. അപ്പോൾ ഈ ന്യൂസ് ഫ്ലോസ് എല്ലാം തന്നെ അമേരിക്കൻ മാർക്കറ്റിന് പോസിറ്റീവ് ആണ്. ഒപ്പം അമേരിക്കൻ മാർക്കറ്റിലത്തെ ഒരു ടെക്നിക്കൽ സെൻറ്റിമെൻ്റ് ഒക്കെ നോക്കുകയാണെങ്കിൽ മെജോറിറ്റി സ്റ്റോക്കുകളും 200-day മൂവിങ് ആവറേജിന് മുകളിലാണ് ട്രേഡ് ചെയ്യുന്നത്. 66.9% സ്റ്റോക്കുകളും മേജർ സ്റ്റോക്കുകളും. ഇത് സൂചിപ്പിക്കുന്ന ഒരു ബുള്ളിഷ് സെൻറ്റിമെൻറ്റിനെ തന്നെയാണ്. അതോടൊപ്പം തന്നെ US ഫെഡിൻ്റെ കഴിഞ്ഞ മീറ്റിങ്ങിൽ അവർ എന്നോട്ട് പലിശ നിരക്ക് കുറയ്ക്കും എന്നുള്ള കാര്യം പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ വർഷം ഒരു റിഡക്ഷൻ ഉണ്ടാവും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ തന്നെയാണ്. ഒപ്പം എക്കണോമിക് ന്യൂസുകളെല്ലാം വരുന്നത് അമേരിക്കൻ എക്കണോമി സ്ലൈറ്റ്ലി ഒരു ഡൗൺവേർഡ് ട്രെൻഡിലേക്ക് മാറുകയാണെന്നുള്ളൊരു ഇൻഡിക്കേഷൻ ആണ് നൽകുന്നത്. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും US ഫെഡ് റേറ്റ് കട്ട് ചെയ്യാനുള്ള ഡിസിഷൻ ഒരു പക്ഷേ ഇമ്മീഡിയറ്റ് ആയിട്ട് എടുക്കാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. ഈ ഒരു ഒപ്റ്റിമിസം അമേരിക്കൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അമേരിക്കൻ മാർക്കറ്റുകൾ ഒരു ബുള്ളിഷ് സെൻറ്റിമെൻറ്റിൽ ഇപ്പോഴും പ്രിവെയിൽ ചെയ്യുന്നത്. നമ്മൾ അമേരിക്കൻ മാർക്കറ്റിലത്തെ വെള്ളിയാഴ്ചയിലത്തെ വൊളാറ്റിലിറ്റി ഇൻഡെക്സ് S&P 500 വിക്സ് നോക്കുകയാണെങ്കിൽ 12.66 ആണ്. വ്യാഴാഴ്ച അത് 11.94 ആയിരുന്നു. ഇത് സൂചിപ്പിക്കുന്ന സ്ലൈറ്റ് വൊളാറ്റിലിറ്റിനെ തന്നെയാണ്. എന്നിരുന്നാലും ഓവറോൾ സെൻറ്റിമെൻറ്റ് ടെക്നോളജി റാലിയുടെ പിൻബലത്തിൽ ബുള്ളിഷാണ് അമേരിക്കയിൽ. യൂറോപ്യൻ മാർക്കറ്റിൽ വെള്ളിയാഴ്ച സ്ലൈറ്റ് പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടായിരുന്നു. പക്ഷേ ഏഷ്യൻ മാർക്കറ്റുകൾ, ഇന്ത്യൻ മാർക്കറ്റുകളെല്ലാം തന്നെ ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. ഇന്ത്യൻ മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ S&P 500 നിഫ്റ്റിയും അതുപോലെ തന്നെ സെൻസസും പുതിയ റെക്കോർഡ് ഹൈ വെള്ളിയാഴ്ച ഹിറ്റ് ചെയ്തിരുന്നു. സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ക്ലോസ് ചെയ്ത് പ്രോഫിറ്റ് ബുക്കിങ്ങിന് ശേഷം. എന്നിരുന്നാലും സെൻറ്റിമെൻറ്റ് ബുള്ളിഷ് തന്നെയാണ്. ലാർജ് ക്യാപ്പ് ഓഹരികൾ വലിയ രീതിയിൽ റാലിയിൽ പങ്കെടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിഫ്റ്റിയും സെൻസസും ഒക്കെ വീണ്ടും മുന്നേറാനുള്ള ചാൻസസ് ആണ് കാണുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ മറ്റ് ന്യൂസ് ഫ്ലോസ് ഒക്കെ നോക്കുകയാണെങ്കിൽ കമോഡിറ്റി സെൻറ്റിമെൻറ്റ് തീർച്ചയായിട്ടും കഴിഞ്ഞ ആഴ്ചയിൽ ഗോൾഡ് ഒഴികെ അതുപോലെ തന്നെ
ക്രൂഡ് ഓയിൽ ഒഴികെ മറ്റെല്ലാ കമ്മോഡിറ്റികളിലും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടൊരു ആഴ്ചയായിരുന്നു. അതിനു മുമ്പ് നല്ല റാലിയാണ് എല്ലാ കമ്മോഡിറ്റികളും നമ്മൾ കണ്ടിരുന്നത്. ഗോൾഡ് US ഫെഡിൻ്റെ മീറ്റിംഗ് ഡിസിഷന് ശേഷം ഗോൾഡ് മുന്നേറുകയാണ് ഉണ്ടായിട്ടുള്ളത്. എന്നിരുന്നാലും കഴിഞ്ഞ തിങ്കളാഴ്ച വലിയ രീതിയിലുള്ള വോളാറ്റിലിറ്റിയാണ് ഗോൾഡ് പ്രൈസിലും കണ്ടത്. ഇതിന് പ്രധാനപ്പെട്ട കാരണം ചൈന ബൈയിങ് റിഡ്യൂസ് ചെയ്തെന്നുള്ള ന്യൂസാണ്. പക്ഷേ അതൊക്കെ ടെമ്പററി ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇനി എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്യുന്നത് അമേരിക്കയിൽ US ഫെഡ് റേറ്റ് കട്ട് ചെയ്യുകയാണെങ്കിൽ ഗോൾഡിൽ വീണ്ടും ബൈയും വന്നേക്കാം. അപ്പോൾ ഗോൾഡ് മുന്നേറാനുള്ള ചാൻസസ് തന്നെയാണ് കാണുന്നത്. ഇതൊക്കെയാണ് കമ്മോഡിറ്റി അതുപോലെ തന്നെ ഗ്ലോബൽ മാർക്കറ്റ് റിലേറ്റഡ് ന്യൂസുകൾ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലത്തെ വിശകലനം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തരാണല്ലോ ന്യൂസ് ഫ്ലോസ്. ഇനി നമ്മളെ സംബന്ധിച്ച് ധാരാളം ന്യൂസ് ഫ്ലോസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ഇലക്ഷൻ റിസൾട്ടിന് ശേഷം ഇനി നമ്മുടെ എല്ലാവരുടെയും അറ്റൻഷൻ പോകുന്നത് വരാൻ പോകുന്ന യൂണിയൻ ബഡ്ജറ്റാണ്. ജൂലൈ 22 ബഡ്ജറ്റ് എന്നാണ് പറയുന്നത്. ഈ മാസം 20 മുതൽ ജൂൺ 20 മുതൽ ഫിനാൻസ് മിനിസ്റ്റർ പ്രീ ബഡ്ജറ്റ് ഡിസ്കഷൻ ആരംഭിക്കുകയാണ്. അപ്പം ധാരാളം എക്സ്പെക്റ്റേഷൻസ് ഉണ്ട്. കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി ധാരാളം ഡിമാൻഡ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഡിമാൻഡുകളൊക്കെ ഒരു പക്ഷേ കുറേയൊക്കെ മീറ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. പ്രത്യേകിച്ച് കേന്ദ്രം ഭരിക്കുന്ന കോയലേഷൻ ഗവൺമെൻറ്റിന് അടുത്ത 3 മാസത്തിനുള്ള 4 മാസത്തിനുള്ളിൽ വീണ്ടും സ്റ്റേറ്റ് അസംബ്ലി ഇലക്ഷൻസൊക്കെ ഫേസ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ കോമൺ മാന് ബെനിഫിഷ്യൽ ആയിട്ടുള്ള പല പോപ്പുലിസ്റ്റ് മെഷേഴ്സും ബഡ്ജറ്റിൽ ഉണ്ടാവും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണ് എപ്പോഴുള്ളത്. ഇൻകം ടാക്സ് സ്ലാബ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ലഘൂകരിച്ച ഒരു സംവിധാനമൊക്കെ വരുന്നൊക്കെ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ GST പെട്രോൾ ഡീസൽ അതുപോലെ തന്നെ CNG ഒക്കെ GST അണ്ടറിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കം ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. ഒപ്പം കഴിഞ്ഞ ഒക്ടോബറിൽ ബാൻ ചെയ്തിരുന്ന 28% GST ഇമ്പോസ് ചെയ്തിരുന്നു. കാസിനോ അതുപോലെ തന്നെ ഓൺലൈൻ ഗെയിമുകളൊക്കെ അത് ഒരുപക്ഷെ മാറ്റാനുള്ള ചാൻസസ് ഉണ്ടെന്നൊക്കെ പറയുന്നു. ഇങ്ങനെയൊക്കെ വരികയാണെങ്കിൽ ഡെൽറ്റ കോർപ്പ് പോലുള്ള കമ്പനികളെ സംബന്ധിച്ചും ഗെയിമിംഗ് കമ്പനികളെ സംബന്ധിച്ചൊക്കെ പോസിറ്റീവാണ്. മറ്റ് ഇൻകം ടാക്സ് റിലേറ്റഡ് GST റിലേറ്റഡ് റിഫോംസ് ഒക്കെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അത് മാർക്കറ്റിന് പൊതുവെ പോസിറ്റീവ് ആവാനുള്ള ചാൻസസ് ആണ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഇനി ഒരു അറ്റൻഷൻ കൊടുക്കേണ്ടത് ബഡ്ജറ്റ് റിലേറ്റഡ് ന്യൂസ് ഫ്ലോസിലേക്കാണ്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് തന്നെയാണ് മാർക്കറ്റിൽ കാണാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസ് വഷളാവുകയാണെങ്കിൽ അതിൻ്റേതായ ഇഷ്യൂസ് ഇമ്പാക്റ്റ് ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അത്തരത്തിലുള്ള എക്സ്പെക്റ്റേഷനൊന്നുമില്ല. എന്നിരുന്നാലും നമ്മളൊരു കോഷൻ വെച്ച് പുലർത്തേണ്ടത് ആവശ്യമാണ് ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസ് റിലേറ്റഡ് മാറ്റേഴ്സിൽ. ഇനി നമ്മൾ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസ് ഫ്ലോസ് ഒക്കെ നോക്കുകയാണെങ്കിൽ റൈറ്റ്സ് റെയിൽവേ റിലേറ്റഡ് കമ്പനിയാണ്. ദാമോദർ വാലി കോർപ്പറേഷനായിട്ട് ഒരു ടൈപ്പ് വന്നിട്ടുണ്ട്. MOU ഒക്കെ സൈൻ ചെയ്തിട്ടുണ്ട്. പോസിറ്റീവാണ്. റൈറ്റ്സിന് കണ്ടിന്യൂസ് ആയിട്ട് റെയിൽവേ റിലേറ്റഡ് സ്റ്റോക്കുകൾക്കെല്ലാം തന്നെ പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് വന്നുകൊണ്ടിരിക്കുകയാണ്. റൈറ്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഇർക്കോൺ ഉണ്ട്, അതുപോലെ തന്നെ RVNL ഉണ്ട്. ഈ സ്റ്റോക്കുകളൊക്കെ വലിയ രീതിയിൽ ഓർഡർ ഫ്ലോസ് വന്നുകൊണ്ടിരിക്കുന്ന കമ്പനികളും കൂടിയാണ്. അതോടൊപ്പം തന്നെ ടിറ്റഗ്ര റെയിൽവേ സിസ്റ്റം, ബാംഗ്ലൂർ മെട്രോ റെയിൽവേ കോർപ്പറേഷൻ്റെ 36 ട്രെയിൻ സെറ്റുകളിൽ 34 ട്രെയിൻ സെറ്റുകളും സപ്ലൈ ചെയ്യാൻ പോകുന്നത് ടിറ്റഗ്ര റെയിൽവേ സിസ്റ്റമാണ്. ഈ ഓർഡർ മുമ്പ് 36 പോയിരുന്നത് ചൈനീസ് കമ്പനിക്ക് ആയിരുന്നു. പക്ഷേ ചൈനീസ് കമ്പനി 34 മാനുഫാക്ചർ ചെയ്യാനുള്ള റൈറ്റ്സ് കൊടുത്തിരിക്കുന്നത് ടിറ്റഗ്ര റെയിൽവേ സിസ്റ്റത്തിനാണ്. ഡ്രൈവർലെസ് മെട്രോ ട്രെയിനും കൂടി ഓടിക്കാനുള്ള ടെക്നോളജി ഇപ്പോൾ ടിറ്റഗ്രയ്ക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ ടിറ്റഗ്രനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവാണ്. നമ്മുടെ ടോപ്പ് പിക്കുകളിലൊന്നും കൂടിയാണ്. അടുത്ത ദിവസങ്ങളിൽ ടിറ്റഗ്ര റെയിൽവേ സ്റ്റേഷൻ വീണ്ടും നല്ല രീതിയിൽ മുന്നേറാനുള്ള ചാൻസസ് ആണ്. അതോടൊപ്പം തന്നെ റെയിൽവേ മിനിസ്റ്ററുടെ സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്. 2 മാസത്തിനുള്ളിൽ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകളുടെ ടെസ്റ്റ് റൺ നടക്കാൻ പോവുകയാണ്. 80 സ്ലീപ്പർ ട്രെയിനുകൾ സപ്ലൈ ചെയ്യാൻ പോകുന്നത് വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ സപ്ലൈ ചെയ്യാൻ പോകുന്നത് ടിറ്റഗ്ര റെയിൽവേ സിസ്റ്റം BHEL കൺസോർഷ്യയാണ്. അടുത്ത വർഷം മുതലാണ് സപ്ലൈ ചെയ്യാൻ പോകുന്നത്. പക്ഷേ ഈ ന്യൂസുകളൊക്കെ ഓൾറെഡി ഡിസ്കൗണ്ടഡ് ആണ്. എന്നിരുന്നാലും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസ് ഫ്ലോസ് എല്ലാം തന്നെ ടിറ്റഗ്രയ്ക്ക് വളരെ പോസിറ്റീവാണ്. അതോടൊപ്പം തന്നെ ജൂപ്പിറ്റർ വാഗൻസ് റെയിൽവേ റിലേറ്റഡ് സ്റ്റോക്കുകളെ സംബന്ധിച്ച് വളരെ പോസിറ്റീവാണ്. അതുപോലെ തന്നെ BEML ആണ് ഇന്ത്യൻ റെയിൽവേ കോർപ്പറേഷൻ്റെ അണ്ടറിലുള്ള വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകളുടെ ഇൻറ്റീരിയറൊക്കെ ചെയ്തിട്ടുള്ള ഒരു കമ്പനി. ഒപ്പം വന്ദേ ഭാരത് മെട്രോ ഒക്കെ കൂടുതൽ സപ്ലൈ ചെയ്യാൻ പോകുന്നത് BEML ആണ്. ഇപ്പോഴത്തെ കറണ്ട് ലെവലിൽ നിന്ന് ഒരുപക്ഷെ 50 to 75% അപ്രീസിയേഷൻ ലഭിക്കാനുള്ള ചാൻസസ് ആണ് ഈ PSU കമ്പനിക്കുള്ള ഓർഡർ ഫ്ലോ ഒക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം.
മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ റെയിൽവേ റിലേറ്റഡ് സ്റ്റോക്കുകളെ സംബന്ധിച്ച് നല്ല ഡേയ്സാണ് ഹെഡ് എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണ്. അതോടൊപ്പം തന്നെ റിന്യൂവബിൾ എനർജി രംഗത്തുള്ള സ്റ്റോക്കുകൾ ഓൾറെഡി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇപ്പോൾ കണ്ടിന്യൂ ചെയ്യുന്ന ഗവൺമെൻറ്, കേന്ദ്രം ഭരിക്കുന്ന ഗവൺമെൻറ് ഇലക്ഷന് മുമ്പ് പറഞ്ഞിരുന്ന റെയിൽവേ, ഇൻഫ്രാസ്ട്രക്ചർ, റിന്യൂവബിൾ എനർജി ഈ സെക്ടറിലൊക്കെ വലിയ രീതിയിൽ റിഫോം കൊണ്ടുവരുന്നതാണ്. അപ്പോൾ വീണ്ടും ഭരണത്തിൽ വന്ന സ്ഥിതിക്ക് ഈ സെക്ടറുകളിലുള്ള റിഫോം മെഷേഴ്സ് കണ്ടിന്യൂ ചെയ്യാനുള്ള ചാൻസസ് ആണ് കാണുന്നത്. ഇൻഫ്രാസ്ട്രക്ചർ രംഗത്തുള്ള സ്റ്റോക്കുകളൊന്നും ഒരു പരിധി വരെ റാലിയിൽ പങ്കെടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അടുത്ത ദിവസങ്ങളിൽ ഒരു പക്ഷേ IRB ഇൻഫ്ര, HG ഇൻഫ്ര, LNT, അതുപോലെ തന്നെ അശോക ബിൽഡ്കോൺ, HG ഇൻഫ്ര ഈ സ്റ്റോക്കുകളൊക്കെ ഒരു പക്ഷേ മുന്നേറാനുള്ള ചാൻസസ് ആണ് കാണുന്നത്. പൊതുവേ ഇൻഫ്രാസ്ട്രക്ചർ രംഗത്ത് വളരെ പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയേക്കാം. അതോടൊപ്പം തന്നെ ഹോസ്പിറ്റാലിറ്റി രംഗത്തുള്ള സ്റ്റോക്കുകൾ ബഡ്ജറ്റിലൊരു എക്സ്പെക്റ്റേഷൻ, ഹോസ്പിറ്റാലിറ്റി രംഗത്തിന് ഇൻഫ്രാസ്ട്രക്ചർ സ്റ്റാറ്റസ് കൊടുക്കുന്നുള്ള എക്സ്പെക്റ്റേഷനൊക്കെ ഉണ്ട്. ഇത് സംഭവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഹോട്ടൽ സ്റ്റോക്കുകളെ സംബന്ധിച്ചൊക്കെ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് ലഭിക്കാനുള്ള ചാൻസസ് ഉണ്ട്. ഇനി മറ്റ് നമ്മൾ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസ് ഫ്ലോസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ജെഫ്രീസ് ഫോറിൻ പോർട്ട്ഫോളിയോ റിസർച്ച് ഫേമാണ് GMR ഇൻഫ്രനെ അപ്ഗ്രേഡ് ചെയ്തിരിക്കുകയാണ്. ധാരാളം ബൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓപ്പൺ മാർക്കറ്റിൽ നിന്ന്. അതോടൊപ്പം തന്നെ HDFC ബാങ്കിലും അതുപോലെ തന്നെ ആക്സിസ് ബാങ്കിലും ICICI ബാങ്കിലും ഒക്കെ കുറേശ്ശെ പ്രോഫിറ്റ് ബുക്കിങ്ങും നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഒന്നും ഈ ബാങ്കുകളിൽ കാണാൻ ചാൻസസ് ഇല്ല. പൊതുവെ ബാങ്കിങ് സെക്ടറിൽ പോസിറ്റീവ് ഇമ്പാക്റ്റാണ് മാർക്കറ്റിലുള്ളത്. അതുകൊണ്ട് ഈ ന്യൂസിൽ GMR ഇൻഫ്രയിൽ വീണ്ടും ഒരു മുന്നേറ്റം കാണാനുള്ള ചാൻസസ് കൂടുതലാണ്. S&P റേറ്റിംഗ് കൂട്ടിയിരിക്കുകയാണ്. ടാറ്റ മോട്ടോഴ്സ്, ടാറ്റ പവർ, ടാറ്റ സ്റ്റീൽ ഈ കമ്പനികളുടെയൊക്കെ റേറ്റിംഗ് പോസിറ്റീവാക്കി മാറ്റിയിരിക്കുകയാണ്. സ്റ്റാൻഡേർഡ് ആൻഡ് പൂവേഴ്സ് പോസിറ്റീവ് ന്യൂസാണ്. റോട്ടോ പമ്പ്സിന് ഒരു ഓർഡർ ലഭിച്ചിട്ടുണ്ട്. 14.4 കോടി രൂപയുടെ ഓർഡറാണ്. തീർച്ചയായിട്ടും റോട്ടോ പമ്പ്സ് നല്ല രീതിയിൽ മുന്നേറിയിട്ടുള്ളൊരു സ്റ്റോക്കും കൂടിയാണ്. ബയോഗ്യാസ് പ്ലാന്റുകളിൽ യൂസ് ചെയ്യുന്ന പമ്പുകൾ സപ്ലൈ ചെയ്യാനാണ്. വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസ് തന്നെയാണ് റോട്ടോ പമ്പ്സിന്. കാരണം കൂടുതൽ ബയോഗ്യാസ് പ്ലാന്റുകൾ വീണ്ടും ഇന്ത്യയിൽ വരാൻ പോവുകയാണ്. അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് അടുത്ത ദിവസങ്ങളിൽ റോട്ടോ പമ്പ്സിൽ കാണാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഇനി നമ്മൾ കാറുകളുടെ ഇൻവെൻറ്ററി ലെവൽ റിലേറ്റഡ് ന്യൂസ് ഫ്ലോസ് ഒക്കെ വരുന്നത് സ്ലൈറ്റ്ലി നെഗറ്റീവാണ്. കാരണം സ്മോൾ കാറുകളൊക്കെ വലിയ രീതിയിൽ കെട്ടിക്കിടക്കുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ വരുന്നത്. 2018-19 ഇത്തരത്തിൽ ഇൻവെൻറ്ററി കൂടിയപ്പോൾ വലിയ രീതിയിലുള്ള ക്രൈസിസ് ആണ് ഡീലേഴ്സിന് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ഇൻവെൻറ്ററി ലെവൽ 60 ദിവസം മുതൽ 69 ദിവസം വരെ ആയെന്നാണ് പറയുന്നത്. കാർ കമ്പനികൾ 90 ദിവസം വരെ ഇൻവെൻറ്ററി കൂട്ടാനായിട്ടാണ് പുഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ ഡീലർഷിപ്പിലൊക്കെ ഒരു ക്രൈസിസ് വരാനുള്ള ചാൻസസ് ഉണ്ട്. ഒപ്പം സ്മോൾ കാറുകളുടെ സെയിൽസ് താഴെ പോവുകയാണെങ്കിൽ പല ഓട്ടോമൊബൈൽ കമ്പനികളെയൊക്കെ നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് ലോങ് റണ്ണിൽ. എന്നിരുന്നാലും നമുക്ക് ബഡ്ജറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒപ്റ്റിമിസം ഉള്ള കാരണം ഇമ്മീഡിയറ്റ് ആയിട്ടൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഒന്നും കാണാൻ ചാൻസസ് ഇല്ല. മറിച്ച് SUV പോലുള്ള കാറുകൾ ഉണ്ടാക്കുന്ന, വാഹനങ്ങൾ ഉണ്ടാക്കുന്ന M&M, ടാറ്റ മോട്ടർ, അതുപോലെ തന്നെ പുതിയ ഹൈബ്രിഡ് വെഹിക്കിൾസൊക്കെ ലോഞ്ച് ചെയ്തിട്ടുള്ള മാരുതി ഈ കമ്പനികളെ സംബന്ധിച്ചൊക്കെ സ്ലൈറ്റ്ലി പോസിറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് കാണാനാണ് ചാൻസ് കൂടുതൽ. കാരണം ഹൈബ്രിഡ് SUV വെഹിക്കിളിനെ സംബന്ധിച്ചൊക്കെ ഡിമാൻഡ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഐഡിയയ്ക്ക് 21.5% ഉണ്ട് ഇൻഡസ് ടവറിൽ സ്റ്റേക്ക് അവർ വിൽക്കുന്നതാണ് പറയുന്നത്. തീർച്ചയായിട്ടും നല്ലൊരു ന്യൂസാണ്. ഐഡിയനെ സംബന്ധിച്ച് $2.3 ബില്യൺ ആണ് ഇതിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഡെറ്റ് കുറയ്ക്കാനായിട്ട് സഹായകമാവും. ഐഡിയനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ളൊരു ന്യൂസാണ്. ഇനി നമ്മൾ മറ്റ് ന്യൂസ് ഫ്ലോസൊക്കെ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ധാരാളം ന്യൂസ് ഫ്ലോസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പല സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ചാർജിൽ 1000 കിലോമീറ്റർ വരെ റേഞ്ച് ലഭിക്കാവുന്ന ടെക്നോളജിക്കൽ റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിലൊരു കമ്പനിയിൽ ഹിമാദ്രി സ്പെഷ്യാലിറ്റി കെമിക്കൽസ് നല്ല സ്റ്റേക്ക് വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ ഇതൊരു സക്സസ് ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഹിമാദ്രി സ്പെഷ്യാലിറ്റി കെമിക്കൽസിനെ സംബന്ധിച്ച് പോസിറ്റീവ് ന്യൂസാണ്. തീർച്ചയായിട്ടും ഈ സ്റ്റോക്ക് വീണ്ടും മുന്നേറാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ലിഥിയം അയോൺ ബാറ്ററി ഉണ്ടാക്കാനായിട്ടുള്ള പ്രൊജക്റ്റിലും ഇവരുണ്ട്. അപ്പോൾ ഒറ്റ ചാർജിൽ 1000 കിലോമീറ്റർ റേഞ്ച് കിട്ടുന്ന ഒരു ടെക്നോളജി ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ അതിൽ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന ഒരു കമ്പനി ആയിട്ട് ഇന്ത്യയിൽ ഹിമാദ്രി സ്പെഷ്യാലിറ്റി കെമിക്കൽസ് മാറിയേക്കാം. നല്ല രീതിയിൽ ഇപ്പോഴത്തെ ലെവലിൽ നിന്ന് മുന്നേറാനുള്ള ചാൻസസ് ഉണ്ട്. ഇപ്പോൾ കറൻ്റ്ലി കോട്ട് ചെയ്യുന്നത് 364 രൂപയാണ്.
വേദാന്ത $2 ബില്യൺ ലൈബീരിയയിൽ അവർ അടുത്ത 5 വർഷത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഒപ്പം വേദാന്തയുടെ റീസ്ട്രക്ചറിങ്, ഡിമർജർ റിലേറ്റഡ് അപ്രൂവൽസ് ഒക്കെ അടുത്ത 2-3 ആഴ്ചകൾക്കുള്ളിൽ കംപ്ലീറ്റ് ആയിട്ട് വരുന്നതാണ് പറയുന്നത്. ഡിസംബറിന് മുമ്പ് ഈ വേദാന്ത 6 കമ്പനിയായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് മാറാനുള്ള ചാൻസസ് ആണ്. ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂവിൽ വേദാന്ത വാങ്ങി വെക്കുന്ന ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് നല്ലൊരു ന്യൂസ് ആയിരിക്കും. ഗോദാവരി പവർ ആൻഡ് ഡിസ്പാറ്റ് ബൈബാക്ക് അനൗൺസ് ചെയ്തിട്ടുണ്ട്. 1.64% ബൈ ചെയ്യാൻ പോകുന്ന ഇക്വിറ്റി ക്യാപിറ്റലിൻ്റെ 1400 രൂപ പെർ ഷെയർ ആണ് അവർ ബൈ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന റേറ്റ്. റെക്കോർഡായിട്ട് ഫിക്സ് ചെയ്തിട്ടുള്ളത് ജൂൺ 28 ജൂൺ 28 ആരുടെ പേരിലൊക്കെ ആണോ ഷെയർ ഉള്ളത് അവരൊക്കെ എലിജിബിൾ ആയിരിക്കും. എത്ര ഷെയർ എടുക്കുക എന്നുള്ളത് ആ ഡിമാൻഡ് ആൻഡ് സപ്ലൈ അനുസരിച്ച് മാത്രമേ നമുക്ക് പറയാനായിട്ട് സാധിക്കുള്ളൂ. മിൻഡ കോർപ്പറേഷൻ ജോയിൻറ്റ് വെഞ്ചർ വന്നിട്ടുണ്ട്. തൈവാനീസ് കമ്പനി ആയിട്ടാണ്. റൂഫ് ടോപ്പ്, അതായത് സൺ റൂഫ്സ് ഉണ്ടാക്കാനാണ്. പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ് മിൻഡ കോർപ്പറേഷനെ സംബന്ധിച്ച്. ഒപ്പം മറ്റ് പല ന്യൂസുകളും വന്നുകൊണ്ടിരിക്കുന്നതെല്ലാം തന്നെ പോസിറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുള്ള എക്സ്പെക്റ്റേഷനാണ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു പക്ഷേ നല്ല രീതിയിൽ മുന്നേറാൻ ചാൻസസ് ഉള്ള ഒരു കമ്പനി PTM ആണ്. PTM 35 കോടി രൂപയ്ക്ക് 2017 അക്വയർ ചെയ്തിട്ടുള്ള ഓൺലൈൻ ടിക്കറ്റിങ്ങും ഇവൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയുടെ സ്റ്റേക്ക് അവർ ഫുള്ളി സൊമാറ്റോയ്ക്ക് വിൽക്കുന്നതാണ് പറയുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ നല്ല വാല്യുവേഷനാണ് ലഭിക്കാൻ പോകുന്നത്. 35 കോടി രൂപ സ്പെൻഡ് ചെയ്ത് 1700, 1750, പക്ഷേ 2000 കോടി രൂപ വാല്യുവേഷനിലേക്കൊക്കെ മാറിയേക്കാം. അങ്ങനെ വരികയാണെങ്കിൽ PTMനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവ് ന്യൂസാണത്. PTM നല്ല രീതിയിൽ മുന്നേറാനുള്ള ചാൻസസ് ഉണ്ട്. ഓൾമോസ്റ്റ് എല്ലാ നെഗറ്റീവ് ന്യൂസുകളും PTMൽ ഡിസ്കൗണ്ടഡ് ആണ്. ഇത്തരത്തിലുള്ള പോസിറ്റീവ് ന്യൂസുകൾ വരികയാണെങ്കിൽ PTM നല്ല രീതിയിൽ മുന്നേറിയേക്കാം. അപ്പം ഈ ടിക്കറ്റിംഗ് ബിസിനസ് വാങ്ങുന്നത് സൊമാറ്റോനെ സംബന്ധിച്ചും പോസിറ്റീവ് തന്നെയാണ്. സൊമാറ്റോ ഇത്തരത്തിലുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നോക്കി നടക്കുന്നൊരു കമ്പനിയും കൂടിയാണ്. അതുകൊണ്ട് ഈ ന്യൂസ് 2 കമ്പനികളെ സംബന്ധിച്ചും വിൻ ആണ്. എന്നിരുന്നാലും PTMനാണ് കൂടുതലായിട്ടൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഈ ന്യൂസ് കൊടുക്കാൻ പോകുന്നത്. ഇനി നമ്മൾ അക്വാകൾച്ചർ റിലേറ്റഡ് ന്യൂസ് ഫ്ലോസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നത് നോക്കുകയാണെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റും അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശിൽ ഇപ്പോൾ ഭരണത്തിലേറിയിട്ടുള്ള ചന്ദ്രബാബു നായിഡു ഗവൺമെൻറ് ഏറ്റവും കൂടുതൽ മുമ്പൊക്കെ അവർ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്ന അക്വാകൾച്ചർ ഷ്രിം ഫാമിങ്ങിനൊക്കെയാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി കഴിഞ്ഞ 3-4 കൊല്ലമായിട്ട് വളരെ മോശം അവസ്ഥയിലായിരുന്നു സെക്ടർ. കഴിഞ്ഞ വർഷം കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ള പല സ്കീമുകളാണ് ഈ സെക്ടറിൽ ഒരു ഉണർവുണ്ടാക്കിയിട്ടുള്ളത്. കേന്ദ്ര ഗവൺമെൻറ്റും അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശ് ഗവൺമെൻറ്റും വലിയ രീതിയിലുള്ള ഇന്നൊവേഷൻ ഈ രംഗത്ത് കൊണ്ടുവരാനുള്ള ചാൻസസ് ഉണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ അക്വാകൾച്ചർ രംഗത്തുള്ള കമ്പനികൾ വീണ്ടും നല്ല രീതിയിൽ മുന്നേറാനുള്ള ചാൻസസ് ആണ്. അവന്തി ഫീഡ്സ്, അതുപോലെ തന്നെ വാട്ടർ ബേസ്, കോസ്റ്റൽ എൻ്റർപ്രൈസസ്, ഒപ്പം നമ്മുടെ കേരളത്തിൽ നിന്നുള്ള കിങ്സ് ഇൻഫ്രാ വെഞ്ചർ BSE ലിസ്റ്റഡ് ആണ്. നമ്മുടെ ടോപ്പിക്കുകളിലൊന്നും കൂടിയാണ്. അപ്പോൾ ഈ കമ്പനികൾക്കൊക്കെ പോസിറ്റീവ് ഇമ്പാക്റ്റ് കാണാനുള്ള ചാൻസസ് ആണ് കാണുന്നത്. ബഡ്ജറ്റിൽ ഇത്തരത്തിലുള്ള പ്രപ്പോസലുകൾ വീണ്ടും വരാനുള്ള ചാൻസസ് ഉണ്ട്. അങ്ങനെ വരുന്നെങ്കിൽ ഈ കമ്പനികൾ പോസിറ്റീവ് ഇമ്പാക്റ്റ് കാണിക്കാനുള്ള ചാൻസസ് ഉണ്ട്. റെയിൽവേസ് കവചിൻ്റെ അടുത്ത ടെൻഡർ ഇൻവൈറ്റ് ചെയ്യാണ്. 10,000 കിലോമീറ്റർ ആണ് ഇപ്പോൾ ടോട്ടലി കവച് ഇംപ്ലിമെൻറ്റേഷൻ നടക്കുന്നത്. 6,000 കിലോമീറ്ററിലാണ്. 3,000 കിലോമീറ്ററിൽ കംപ്ലീറ്റഡ് ആണ്. ഇനി ഫർദർ 10,000 കിലോമീറ്ററിൻ്റെ ബിഡിങ് കൂടി വരികയാണ്. തീർച്ചയായിട്ടും KEC ഇൻ്റർനാഷണൽ, SBL പവർ സിസ്റ്റം, അശോക ബിൽറ്റ്കോൺ ഈ കമ്പനികളൊക്കെയാണ് കവച് ഇംപ്ലിമെൻറ്റേഷനിൽ മുന്നിട്ട് നിൽക്കുന്നത്. ഈ കമ്പനികളെ സംബന്ധിച്ചൊക്കെ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ആർക്കൊക്കെയാണ് ബിഡിങ്ങിലൂടെ ഈ ഓർഡേഴ്സ് കിട്ടുന്നത് അതിനനുസരിച്ചുള്ളൊരു ഇമ്പാക്റ്റൊക്കെ ഈ സ്റ്റോക്കുകളിൽ കാണാനുള്ള ചാൻസസ് ഉണ്ട്. വിപ്രോ $50 മില്യൺ ഒരു ഓർഡർ സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് പബ്ലിക് ലിമിറ്റഡ് കമ്പനി UK അക്വയർ ചെയ്തിട്ടുണ്ട്. വിപ്രോനെ സംബന്ധിച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങളായിട്ട് ധാരാളം ഓർഡർ ഇൻഫ്ലോ വരുന്നൊരു കമ്പനിയാണ്. പോസിറ്റീവ് ന്യൂസാണ്. ഒപ്പം അഡാനി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് നമ്മുടെ തന്നെ ടോപ്പ് പിക്കുകളാണ്. അഡാനി ഗ്രൂപ്പ് ഓഫ് കമ്പനികൾ. അഡാനി എൻ്റർപ്രൈസിൽ ഗൗതം അഡാനി സ്റ്റേക്ക് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലത്തെ റിപ്പോർട്ട് പ്രകാരം കഴിഞ്ഞ മാസം 1.32% സ്റ്റേക്ക് ബൈ ചെയ്തിരിക്കുകയാണ് ഓപ്പൺ മാർക്കറ്റിൽ നിന്ന്. അപ്പോൾ അഡാനി എൻ്റർപ്രൈസസ്, അഡാനി ഗ്രീന്, അതുപോലെ തന്നെ അഡാനി പവർ, അംബുജ സിമെൻറ്റ് കഴിഞ്ഞ ആഴ്ചയിൽ പെന്ന സിമെൻറ്റ് കോർപ്പറേഷനെ ടേക്ക് ഓവർ ചെയ്തിരുന്നു. വീണ്ടും ടേക്ക് ഓവർ ന്യൂസുകളാണ് വരാൻ പോകുന്നത്. അപ്പോൾ സിമെൻറ്റ് രംഗത്ത് അഡാനി ഗ്രൂപ്പ് വലിയ രീതിയിലുള്ള മുന്നേറ്റമാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അംബുജ സിമെൻറ്റ്, അപ്പോൾ ഈ സ്റ്റോക്കുകളൊക്കെ വീണ്ടും മുന്നേറാനുള്ള ചാൻസസ് തന്നെയാണ് കാണുന്നത്. ഒപ്പം ഗവൺമെൻറ് പോളിസികൾ, ബഡ്ജറ്റ് പോളിസികൾ, പ്രീ ബഡ്ജറ്റ് റിലേറ്റഡ് ആയിട്ട് ഡിസ്കഷൻസ്, ഡീറ്റെയിൽസ് ഇതൊക്കെ മാർക്കറ്റിൽ അതിൻ്റേതായ ഇമ്പാക്റ്റുകളൊക്കെ ഉണ്ടാക്കാം. ഒപ്പം നമ്മൾ ഇന്ന്
ബക്രീദ് പിക്കായിട്ടൊരു സ്റ്റോക്ക് ഇൻവെസ്റ്റേഴ്സിനെ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. വി-ഗാർഡ് ഇൻഡസ്ട്രീസ് ആണ്. അതിൻ്റെ പോഡ്കാസ്റ്റ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 1 to 2 ഇയർ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് താല്പര്യമുള്ള ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് വി-ഗാർഡ് ഇൻഡസ്ട്രീസ് വാങ്ങി വെക്കുന്നത് നന്നായിരിക്കും. കൺസ്യൂമർ ഡ്യൂറബിൾ രംഗത്ത് വീണ്ടും പുതിയ പ്രൊഡക്റ്റ് ലോഞ്ചുകളും മറ്റു തരത്തിലുള്ള ആക്ടിവിറ്റീസിലൊക്കെ വീണ്ടും വലിയ ന്യൂസ് ഫ്ലോയിൽ വരാൻ പോകുന്നൊരു കമ്പനിയും കൂടിയാണ് വി-ഗാർഡ്. അപ്പോൾ ഇൻവെസ്റ്റേഴ്സ്, ഡെലിവറി ബേസ്ഡ് ഇൻവെസ്റ്റേഴ്സിനെ ധൈര്യമായിട്ട് വാങ്ങി വയ്ക്കാവുന്ന ഒരു സ്റ്റോക്കാണ് വി-ഗാർഡ് ഇൻഡസ്ട്രീസ്. ഇതൊക്കെയാണ് കഴിഞ്ഞ ആഴ്ചയിലത്തെ ന്യൂസ് ഫ്ലോസ്. അതോടൊപ്പം തന്നെ നമ്മൾ ഈ ആഴ്ച എക്സ്പെക്റ്റ് ചെയ്യുന്നത് വീണ്ടും മുന്നേറ്റം തന്നെയാണ് വിപണിയിൽ. ഒരുപക്ഷെ കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് അല്ലെങ്കിൽ കഴിഞ്ഞ 2-3 ആഴ്ചകളായിട്ട് റാലിയിൽ പങ്കെടുക്കാത്ത റിലയൻസ് ഇൻഡസ്ട്രീസ് ആയിരിക്കാം ഒരുപക്ഷെ ഈ ആഴ്ച മുതൽ മുന്നേറാൻ പോകുന്നത്. ധാരാളം പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് റിലയൻസിൽ. അതോടൊപ്പം തന്നെ അഡാനി ഗ്രൂപ്പ് ഓഫ് കമ്പനികൾ, ടെക്നോളജി സ്റ്റോക്കുകൾ, ഇതൊക്കെ വീണ്ടും മുന്നേറുന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ തന്നെയാണുള്ളത്. അതുകൊണ്ട് നമുക്ക് മാർക്കറ്റിൽ ഒപ്റ്റിമിസം വെച്ച് പുലർത്താം. എന്നിരുന്നാലും അറ്റ് എവരി റൈസിൽ കുറേയൊക്കെ പ്രോഫിറ്റ് ബുക്കിംഗ് എടുക്കുന്നത് നന്നായിരിക്കും. നല്ല പ്രോഫിറ്റബിലിറ്റിയുള്ള സ്റ്റോക്കുകളിൽ എവരി റൈസിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്ന ഒരു ഡിസിഷൻ നന്നായിരിക്കും എന്നാണ് എൻ്റെ ഒരു സജഷൻ. അപ്പോൾ അത്തരത്തിലുള്ള ഡിസിഷനായിട്ട് മുന്നോട്ട് നീങ്ങുക. വളരെ കോഷ്യസ് ആയിട്ട് മുന്നോട്ട് നീങ്ങേണ്ടതുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ പലതരത്തിലുള്ള ന്യൂസ് ഫ്ലോസ് വരാം. ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസാണ് നമ്മളെ സംബന്ധിച്ചിപ്പോൾ ഒരു കോസ് ഫോർ കൺസേൺ. കാരണം റഷ്യ വലിയ രീതിയിൽ ക്യൂബയിൽ ആയുധ സന്നാഹം കൂട്ടിക്കൊണ്ടിരിക്കുന്ന ന്യൂസുകളൊക്കെ ഉണ്ട്. അതിൻ്റെ ഇമ്പാക്റ്റ് ഒന്നും മാർക്കറ്റിൽ ഇതുവരെ പ്രകടമല്ല. എന്നിരുന്നാലും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റേതായ ഇമ്പാക്റ്റൊക്കെ ഉണ്ടാകും. കാരണം മാർക്കറ്റ് പീക്കിലാണ് ട്രേഡ് ചെയ്യുന്നത്. നമ്മുടെ മാർക്കറ്റായാലും US മാർക്കറ്റായാലും മറ്റ് യൂറോപ്യൻ മാർക്കറ്റുകളായാലും പീക്ക് ലെവലിലൊക്കെയാണ് ട്രേഡ് ചെയ്യുന്നത്. പക്ഷേ ഇതൊരു കോഷനായിട്ട് മാത്രം ഞാൻ തന്നതാണ്. ഇത് വലിയൊരു ഇമ്പോർട്ടൻ്റ് ഇവൻ്റ് ആയിട്ടൊന്നും മനസ്സിൽ വെക്കേണ്ട. മറിച്ച് നമ്മുടെ എക്കണോമി വളരെ സ്ട്രോങ് ആണ്. ഗവൺമെൻറ് വളരെ സ്ട്രോങ് ആയിട്ട് റിഫോംസ് പുഷ് ചെയ്യുമെന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ തന്നെയാണ്. ഒപ്പം കോർപ്പറേറ്റ് പെർഫോമൻസും വീണ്ടും ഇമ്പ്രൂവ് ചെയ്യാനുള്ള ചാൻസൊക്കെയാണ് കാണുന്നത്. ഇതൊക്കെയാണ് കഴിഞ്ഞ ആഴ്ചയിലത്തെ വിശേഷങ്ങൾ. ഈ ആഴ്ച നമുക്ക് നല്ലൊരു മാർക്കറ്റ് എക്സ്പെക്റ്റ് ചെയ്യാം. എല്ലാവർക്കും നല്ല ട്രേഡിംഗ് ഡേയ്സ്, ഇൻവെസ്റ്റിംഗ് ഡേയ്സ് ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ പോഡ്കാസ്റ്റ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.